കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തുണ്ടായിരുന്ന മേയർ ആര്യ രാജേന്ദ്രൻ അവരെല്ലാവരും മറന്നുപോയി. അത്രയധികം പ്രശ്നങ്ങളാണ് അവരുണ്ടാക്കിയിട്ട് പോയത്. അപ്പൊ ആര്യ രാജേന്ദ്രനെ ഇപ്പം ഡിവൈഎഫ്ഐ തരം താഴ്ത്തുന്നുണ്ടോ? പാർട്ടി സൈഡ് ലൈൻ ആക്കുന്നുണ്ടോ? അല്ല, ആര്യരാജേന്ദ്രന് മറക്കത്തൊന്നുമില്ല കേട്ടോ. കാരണം തിരുവനന്തപുരത്തിന് അത്രയും വലിയ ഡാമേജ് ഉണ്ടാക്കി വെച്ച ഒരു സ്ത്രീയാണ്. അവരെ അങ്ങനെ മറക്കാൻ പറ്റുമോ? അവര് കാണിച്ചിട്ടുള്ള നഗരത്തെ അത്രയും വികൃതമാക്കുകയല്ലേ ചെയ്തത്. CPMന്റെ തിരുവനന്തപുരം കോർപ്പറേഷന്റെ പരാജയത്തിൻ്റെ ഒരു പ്രധാന കാരണക്കാരി ആര്യ രാജേന്ദ്രൻ തന്നെയാണ്. അത് ഏവർക്കും അറിയാവുന്ന കാര്യവുമാണ്. അത് 2020 നടന്ന തെരഞ്ഞെടുപ്പിൽ CPM പതിവ് പോലെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ വലിയ ഭൂരിപക്ഷത്തോടെ വരികയും ചെയ്തു. BJP പ്രധാന പ്രതിപക്ഷമായിട്ട് അന്നിരുന്നു. കോൺഗ്രസ് വളരെ ചുരുങ്ങിയ സീറ്റുകളുമായിട്ട് 10 സീറ്റുമായിട്ടാണ് കോർപ്പറേഷൻ കൗൺസിലിൽ ഇരുന്നത്. ഓൾ സയൻസ് കോളേജിൽ ഏതോ ക്ലാസിൻ്റെ പുറകിലത്തെ ബെഞ്ചിൽ ഇരുന്നുകൊണ്ട് പഠിച്ചുകൊണ്ടിരുന്ന കൊച്ചിനെയാണ് പിടിച്ചുകൊണ്ട് വന്ന് മേയറാക്കി വെച്ചത്. എന്നിട്ട് ഇവിടെ കൊട്ടിഘോഷിക്കുകയായിരുന്നു, ലോകത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറാണ് എന്നൊക്കെ പറഞ്ഞ്. CPM യുവനിരയ്ക്ക് പ്രാതിനിധ്യം കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞാണ്. നല്ലത് തന്നെയാണ്, യുവ നേതൃത്വത്തെ കൊണ്ടുവരട്ടെ. പക്ഷേ ആര്യ രാജേന്ദ്രൻ്റെ പിന്നിൽ ബാക്ക് സീറ്റിൽ ഡ്രൈവിങ്ങിന് ആൾക്കാർ വേറെ ഉണ്ടായിരുന്നു, കാര്യങ്ങൾ മുഴുവൻ നിയന്ത്രിച്ചത്. എന്തൊക്കെയാണ് തിരുവനന്തപുരത്തിന് ഉണ്ടാക്കി വെച്ച ഡാമേജ്? ഇല്ലാത്ത പൊങ്കാലയുടെ പേരിൽ ലക്ഷങ്ങൾ എഴുതിയെടുക്കാനുള്ള ശ്രമം, സഖാക്കന്മാർക്ക് പിൻവാതിൽ നിയമനം നടത്തുന്നതിന് വേണ്ടി മൂത്ത സഖാവിന് കത്തെഴുതി അവരുടെ ലിസ്റ്റ് തരാനായിട്ട്. പിന്നെ കോർപ്പറേഷനിൽ മൊത്തം അഴിമതിയിൽ മുങ്ങി കുളിച്ച് കിടക്കുകയായിരുന്നു. പിന്നെ പാവം പിടിച്ച ഒരു KSRTC ജീവനക്കാരൻ്റെ ജോലി കളയിച്ചത്. ഇതൊക്കെ ജനം കണ്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഈ ആര്യ രാജേന്ദ്രനെ മറക്കില്ല എന്ന് പറഞ്ഞത്. കാരണം അത്ര അത് ഈ അല്പന ഐശ്വര്യം വരുമ്പോൾ അർദ്ധരാത്രി കൊട പിടിക്കും എന്ന് പറഞ്ഞതുപോലെ ഈ ഇത്തരത്തിലുള്ള സൗഭാഗ്യങ്ങളൊക്കെ അങ്ങ് കിട്ടിക്കഴിഞ്ഞപ്പോൾ അഹങ്കാരത്തിൻ്റെ പാരമ്യത്തിൽ എത്തുകയായിരുന്നു ഈ പെങ്കൊച്ച്. അതിൻ്റെ കുഴപ്പം അതിന് കിട്ടുകയും ചെയ്തു. എന്തു പറ്റി? പാർട്ടിയിൽ ഇപ്പോൾ എങ്ങും അടുപ്പിക്കുന്നില്ല. ഇക്കഴിഞ്ഞ ആദ്യം വിചാരിച്ചത് കോർപ്പറേഷൻ ഇലക്ഷനിൽ വീണ്ടും മത്സരിക്കാനായിട്ട് ഇടം കൊടുക്കുമെന്നാണ്. എവിടെ നിർത്തിയാലും തോറ്റു. കോർപ്പറേഷൻ ഇലക്ഷൻ സമയത്ത് ഒരിടത്തു പോലും ആരും പ്രചാരണ വേദിയിലേക്ക് അടുപ്പിച്ചില്ല. എവിടെങ്കിലും കുടുംബയോഗം വിളിക്കുന്നുണ്ടെങ്കിൽ പോലും അതിൽ പോലും ചെന്നാലും അവിടെ 100 വോട്ട് മാറിക്കിട്ടും ആര്യ രാജേന്ദ്രൻ ചെന്നു കഴിഞ്ഞാൽ. അത് കഴിഞ്ഞ് പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്ന സമയത്തും എങ്ങും ആരും അടുപ്പിച്ചില്ല. നേമം മണ്ഡലത്തിലാണ് ഈ ആര്യ രാജേന്ദ്രൻ്റെ വാർഡ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്തു? നേമം മണ്ഡലത്തിലെ പ്രവർത്തനങ്ങളിലൊക്കെ ഇറങ്ങാനുള്ള ഒരു ശ്രമം നടത്തി. മന്ത്രി ശിവൻകുട്ടിയുടെ വാഹനത്തിനകത്ത് ചാടി കയറുകയൊക്കെ ചെയ്തു. ശിവൻകുട്ടി അത് പിന്നീട് തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം തുറന്നു പറയുകയും ചെയ്തു. ആര്യ രാജേന്ദ്രൻ കയറിയത് കൊണ്ട് എനിക്കൊരു 10,000-2000 വോട്ട് ആ പ്രദേശത്ത് നിന്ന് നഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞത്. അപ്പം ശിവൻകുട്ടിയുടെ പരാജയത്തിൻ്റെ കാരണം ആര്യയാണ് എന്ന്. അപ്പോൾ അവിടെ വിജയിച്ചത് BJP സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ BJPക്ക് മൊത്തത്തിലൊരു വിജയം ഉണ്ടായതിൻ്റെ കാരണക്കാരി ഈ ആര്യ രാജേന്ദ്രനാണ്. ഇപ്പൊ തിരുവനന്തപുരം കോർപ്പറേഷൻ തന്നെ BJPക്ക് കിട്ടിയത് ആര്യ രാജേന്ദ്രന്റെ ഭരണം കാരണമാണ്. വേറെ ആരെങ്കിലും ആയിരുന്നുവെങ്കിൽ ഇത്തരത്തിലൊരു കുഴപ്പം ഉണ്ടാക്കില്ല എന്നുള്ളതാണ്. ഈ തിരുവനന്തപുരം നഗരത്തിനെ നന്നാക്കിയെടുക്കണമെന്ന് യാതൊരു താല്പര്യവും കഴിഞ്ഞ ഏറെക്കാലമായിട്ട് കോൺഗ്രസ് CPMന് ഇല്ല എന്നുള്ളതാണ്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ കണ്ണിയാണ് ഈ ആര്യ രാജേന്ദ്രൻ. വർഷങ്ങളായിട്ട് തിരുവനന്തപുരം കിടക്കുന്ന അതേ കിടപ്പ് തന്നെയാണ് ഇപ്പോഴും കിടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നോക്കിക്കേ, VV രാജേഷ് വന്ന സമയത്ത് എന്തെല്ലാം മാറ്റമാണ് ഉണ്ടായത്. പാളയം, അതുപോലെ തന്നെ ചാല എന്നിവിടങ്ങളിലെ അനധികൃതമായിട്ടുള്ള CPMന്റെ കയ്യേറ്റമൊക്കെ തന്നെ തടഞ്ഞു. അനധികൃത കയ്യേറ്റം, പണപ്പിരിവ്, ഇതിലെല്ലാം മേയർ ഇടപെട്ടു എന്നുള്ളതാണ്.
അതെല്ലാം ക്ലീൻ ചെയ്തെടുത്തു. പിന്നെ നഗരത്തിനൊരു പ്രത്യേക പദ്ധതി തന്നെ പ്ലാൻ ചെയ്ത് കൊണ്ടുവരികയും ചെയ്തു. അതിന് കേന്ദ്രത്തിൻ്റെ അനുമതിയും പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വിട്ടിട്ടുണ്ട്. അപ്പോൾ കേന്ദ്രത്തിൻ്റെ ഒരു പിൻബലത്തോടു കൂടിയൊക്കെ തിരുവനന്തപുരത്തിൻ്റെ ചിത്രം മുഖച്ഛായ തന്നെ മാറ്റാനാണ് വി രാജേഷിനെ പോലുള്ളവർ ശ്രമിക്കുന്നത്. അപ്പോൾ നോക്കണം, ഈ കഴിഞ്ഞ 5 വർഷം ഈ ആര്യ രാജേന്ദ്രൻ്റെ ഒരു ദുർഭരണമായിരുന്നു നടന്നിരുന്നത്. ആർക്കും അങ്ങോട്ടേക്ക് സമീപിക്കാൻ പറ്റത്തില്ല. പിണറായി വിജയൻ്റെ പെങ്ങളായിരുന്നു എന്ന് തോന്നും ഈ ധാർഷ്ട്യം കണ്ടു കഴിയും. അത്തരത്തിലുള്ള, അതുകൊണ്ടാണ് ഇവർക്ക് താഴെ ഇരുത്തിയത് ജനം, തക്കതായ മറുപടി കൊടുത്ത് ഇരുത്തിയതിൻ്റെയും കാരണം അതുകൊണ്ടാണ്. ഇപ്പോൾ 2026 കേരള നിയമസഭയിൽ CPM-നുണ്ടായ പരാജയത്തിൻ്റെ ഒരു പ്രധാന കാരണക്കാരൻ എന്ന് പറയുന്നത് പിണറായി വിജയൻ തന്നെയാണ്. പക്ഷേ അത് ആരും ഉറക്കെ പറയുന്നില്ല. എല്ലാവരും അടക്കം മാത്രമേ പറയുന്നുള്ളൂ. ഏവർക്കും അറിയാവുന്ന കാര്യവുമാണ്. അതുപോലുള്ള ഒരു കാര്യമാണ് ഈ മേയർ ആര്യ രാജേന്ദ്രനിലും ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് എന്ത് പറ്റി? പാർട്ടി ഇപ്പോൾ പൊതുവെ അങ്ങ് തരം താഴ്ത്തി നിർത്തിയിരിക്കുകയാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് സമയത്ത് കോർപ്പറേഷൻ ഇലക്ഷൻ മുതൽ തന്നെ കോർപ്പറേഷൻ ഇലക്ഷനിൽ സീറ്റ് കൊടുത്തില്ല. ആദ്യം സീറ്റ് കോർപ്പറേഷനിൽ കൊടുക്കുമെന്നല്ല, നിയമസഭയിൽ കൊടുക്കാനുള്ള പ്ലാനിങ് ആയിരുന്നു. നല്ല രീതിയിൽ പോവുകയായിരുന്നുവെങ്കിൽ നിയമമണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കിയായിരുന്നു. ഈ KSRTC പാതിരാത്രിക്ക് ഒരു KSRTC ബസ്സിനെ തടഞ്ഞു നിർത്തി അതിലെ യാത്രക്കാരെ മുഴുവൻ ഭാര്യയും ഭർത്താവും കൂടി ചെന്ന് കയറി ഇറക്കി വിട്ടു. ഭാര്യ താഴെ നിന്ന്, മേയർ താഴെ നിന്നുകൊണ്ട് ഡ്രൈവറുടെ മേൽ ആക്രോശിക്കുന്നു. അതിനിടയ്ക്ക് ഭർത്താവ് സച്ചിൻ ദേവ് ബാലുശ്ശേരി MLA എന്ത് ചെയ്തു? ബസ്സിനകത്ത് കയറി യാത്രക്കാരെ മുഴുവൻ ഇറക്കി വിടുകയൊക്കെ ചെയ്തു. അത് ഇവർക്ക് വലിയ തിരിച്ചടി ഉണ്ടായി. അന്ന് പാർട്ടി കർശനമായ താക്കീത് കൊടുക്കണമായിരുന്നു ഈ മേയർക്ക്, ചെയ്തില്ല. താക്കീത് മാത്രമല്ല ചെയ്യേണ്ടത്, മാറ്റി നിർത്തണമായിരുന്നു. മേയർ സ്ഥാനത്ത് നിന്ന് രാജിവെപ്പിക്കണമായിരുന്നു. എന്നിട്ട് വേറെ ആരെങ്കിലും മേയർ സ്ഥാനത്ത് കൊണ്ടുവരണമായിരുന്നു. അന്ന് ഇവരെ മാറ്റിയിരുന്നുവെങ്കിലുണ്ടല്ലോ ഇന്ന് തിരുവനന്തപുരം കോർപ്പറേഷൻ BJP-യുടെ കൈകളിൽ പോകത്തില്ല. CPM-ന് തന്നെ തുടർഭരണം കിട്ടിയേനെ. ഒറ്റ തീരുമാനം പാർട്ടി സെക്രട്ടറി പോലും അതിനകത്ത് വിചാരിച്ചില്ല എന്നുള്ളതാണ്. ഇവരെല്ലാം കൂടെ സംരക്ഷിച്ചു കൊണ്ടേയിരുന്നു. എന്നിട്ട് എന്ത് ചെയ്തു? കോർപ്പറേഷനെ എത്രത്തോളം കൊള്ളയടിക്കാമോ അങ്ങനെ കൊള്ളയടിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. പൊങ്കാല സമയത്ത് കാണിച്ചത് ഏറ്റവും വലിയ കൊള്ളയായിരുന്നു എന്നുള്ളതാണ്. അപ്പം ഈ ബാലുശ്ശേരിയിൽ സച്ചിൻ ദേവിന്റെ പരാജയത്തിന് കാരണം കേരളത്തിൽ മൊത്തത്തിൽ ഒരു UDF തരംഗം ഉണ്ടായത് മാത്രമല്ല, അവിടെ ആര്യ രാജേന്ദ്രന്റെ തിരുവനന്തപുരത്ത് ആര്യ രാജേന്ദ്രൻ കാണിച്ച പരാക്രമത്തിന്റെ ഒക്കെ ഒരു റിസൾട്ട് അവിടെയും കിട്ടി എന്നുള്ളതാണ്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ആര്യ രാജേന്ദ്രനെ മാറ്റി നിർത്തി പലരും അടുപ്പിച്ചില്ല. ബാലുശ്ശേരിയിൽ പോയി. ബാലുശ്ശേരിയിൽ സച്ചിൻ ദേവ് തന്നെയാണ് ഇവരുടെ കെട്ടിയോനെ മത്സരിച്ചത്. അവിടെയും ചെന്ന് പ്രചാരണ സ്ഥലത്ത് ഇറങ്ങി ഈ ആര്യ രാജേന്ദ്രൻ. ആര്യ രാജേന്ദ്രൻ കേരളം മുഴുവൻ അറിയപ്പെട്ടില്ലേ? കയ്യിലിരിപ്പ് ഇതല്ലായിരുന്നു. സാധാരണ ജനങ്ങളുടെ മേൽ കുതിര കയറുക, അവരുടെ ജോലി കളയിക്കുക, ഇതൊക്കെയായിരുന്നു. പ്രത്യേകിച്ച് യദുവിന് KSRTC ഡ്രൈവറായിരുന്ന യദു താൽക്കാലിക ജീവനക്കാരനായിരുന്നു. ആ യദുവിന് ഇപ്പൊ UDF സർക്കാർ അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ നിയമസഭയിലെ ബസിന്റെ ഡ്രൈവർ ജോലി കൊടുക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ UDF VD സതീശൻ സർക്കാർ അങ്ങനെ പലരെയും, ഇവർ അവഗണിച്ച പലരെയും അത്തരത്തിൽ വളരെ കരുതലോടുകൂടി കണ്ട് പരിഗണിക്കുകയും അവരെ അർഹമായ സ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവരികയോ അവർക്ക് ജീവിതത്തിലേക്ക് പോകാനുള്ള വഴി തുറന്നു കൊടുക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ ഇത് ആ ഒരു മേയറുടെ ഒരു ധാർഷ്ട്യത്തിന്റെ പേരിൽ നഷ്ടപ്പെട്ടതാണ് അയാളുടെ ആ ജോലി എന്ന് പറയുന്ന ആ പാവം പിടിച്ചവന്റെ. അതും താൽക്കാലിക ജീവനക്കാരനായിരുന്നു. വളരെ ലോങ് യാത്ര നടത്തി വരികയാണ് ആൾക്കാരെ ആയിട്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഡ്രൈവറുടെ അടുക്കൽ തമ്പാനൂരിലെ KSRTC സ്റ്റാൻഡിൽ എത്താൻ ഇനി മിനിറ്റുകൾ മാത്രം ഉള്ളപ്പോഴാണ് ഈ ബസ് തടഞ്ഞ് രാത്രിയില് ഇവരൊക്കെ ഔദ്യോഗിക വാഹനത്തിലല്ലായിരുന്നു, മറ്റ് സ്വകാര്യ വാഹനത്തിലായിരുന്നു. ആ ടീമിലുള്ളതെല്ലാം മദ്യലഹരിയിലായിരുന്നു എന്നാണ് പിന്നീട് അറിയാൻ കഴിഞ്ഞത്. അപ്പൊ അത്തരത്തിലുള്ള ഡാമേജ് ഉണ്ടാക്കിയതാണ് പാർട്ടിക്ക് ദോഷമുണ്ടാക്കിയതും കോർപ്പറേഷൻ നഷ്ടപ്പെട്ടതും. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ തീർച്ചപ്പെടുത്തിയിരിക്കുന്നത്. DYFIയുടെ SFIയുടെയും DYFIയുടെ ഒക്കെ വലിയ വലിയ ആൾക്കാരായിരുന്നല്ലോ ഇതിൽ നിന്ന് തരം താഴ്ത്താനായിട്ട് തീർച്ചപ്പെടുത്തിയത്. ഈ തരം താഴ്ത്താനെന്ന് പറഞ്ഞാലും DYFI ഒക്കെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. SFIയും ഇല്ലാതാകും. പ്രധാനപ്പെട്ട പാർട്ടിയായ CPM ഇല്ലാതാകുന്നു. അപ്പൊ
അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ പോഷക സംഘടനകളും ഇല്ലാതാകും. DYFI എന്നൊക്കെ പറയാ. ഇപ്പൊ ഇങ്ങനെ കുറേ പേര് പാർട്ടിക്കകത്തുണ്ടായി. CPM-ന്റെ കുറെ ചാവേറുകളാണ്. ഈ ആര്യ രാജേന്ദ്രനെ സംരക്ഷിച്ചു കൊണ്ടുവന്നത് അത്ര ആരാണ്? മുഹമ്മദ് റിയാസിന്റെ ഭാര്യയായ വീണ വിജയനും കൂടി ചേർന്നുകൊണ്ടാണ്. അപ്പൊ പാർട്ടിക്ക് ദോഷമായിട്ടുള്ള മറ്റു ചില ചാവേറുകൾ എന്ന് പറയുന്നത് ഇതുപോലെ ഉമ്മൻചാണ്ടിക്കെതിരെയും ഉമ്മൻചാണ്ടിയുടെ മകനെതിരെയും മത്സരിച്ച ജെയ്സി തോമസ്, പിന്നെ A റഹീം, ഇതൊക്കെ പാർട്ടിക്ക് ഡോക്ടർ ചിന്തോ ജെറോം, ഇതൊക്കെ പാർട്ടിക്ക് വേസ്റ്റ് ആയിട്ടുള്ളവരാണ്. ഇവരൊക്കെ പാർട്ടിയുടെ ചില സ്ഥാനങ്ങളിലേക്ക് എടുത്തിരുത്തി അർഹതയില്ലാഞ്ഞിട്ട് പോലും അനർഹമായ രീതിയിൽ ധനസമ്പാദനവും സ്ഥാനവും ഒക്കെ ലഭിച്ചു കഴിഞ്ഞപ്പോൾ അതിൽ മതിമറന്ന് നിന്നുപോയി പാർട്ടിക്ക് തന്നെ വലിയ ഡാമേജ് ഉണ്ടാക്കി വെച്ചവരാണ്. അതുകൊണ്ട് തന്നെയാണ് DYFI ഇവരെ ഇനി എടുത്തു കളയാൻ തീർച്ചപ്പെടുത്തിയിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.